പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മിഥുന് യാത്രാമൊഴി കൊല്ലത്ത് നിന്ന്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ബാക്കിയാക്കി മിഥുൻ യാത്രയായി. കുഞ്ഞു മിഥുനെ അഗ്നിയെടുക്കുമ്പോൾ ചിതയെരിഞ്ഞത് കൂടി നിന്ന ഓരോരുത്തരുടെയും മനസ്സിലായിരുന്നു. കേരളക്കരയിലാകെ വിങ്ങലായി ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരൻ. NCCയിൽ ചേർന്ന് അതുവഴി പട്ടാളത്തിലെത്തണം. സ്വരുക്കൂട്ടി വെച്ച നാണയത്തുട്ടുകൾ കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങണം. മികച്ച ഫുട്ബോളർ ആവണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അവന്. അധ്വാനത്തിന്റെ വിലയറിയുന്ന മിഥുന് കൂട്ടുകാരന്റെ ചെരുപ്പ് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അതെടുക്കാൻ അവൻ കാണിച്ച സാഹസവും അതുകൊണ്ട് തന്നെ. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. മണിക്കൂറുകൾ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു. മിഥുനെത്തും മുൻപ് തന്നെ അവന്റെ പ്രിയപ്പെട്ട അച്ചമ്മ കുഴഞ്ഞു വീണു. സ്കൂൾ വിട്ടുവരുമ്പോഴേക്കും പലഹാരം കരുതി വെക്കണമെന്ന് പറഞ്ഞ് പോയവനാണ്. എങ്ങനെ സഹിക്കാൻ കഴിയും ചെറുമകന്റെ വേർപാട്? അണമുറിയാതെ ജനങ്ങൾ ഒഴുകിയെത്തി പണിതീരാത്ത ആ വീട്ടിലേക്ക്. പ്രായഭേദമന്യേ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു മിഥുൻ. എല്ലാവരോടും ചിരിച്ച് വിശേഷങ്ങൾ ചോദിച്ച് അങ്ങനെയാണ് അവൻ ഗ്രാമത്തിലൂടെ പാറിപ്പറന്ന് നടന്നിരുന്നത്. കണ്ണീർ തളം കെട്ടി നിന്ന ആ വീട്ടിലേക്ക് ഒടുവിൽ അമ്മ സുജയുമെത്തി. സഹിക്കാൻ കഴിയാത്ത കാഴ്ച. ഒടുവിൽ വൈകിട്ടോടെ ചിതയിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ചങ്കുപിടയുന്ന ദൃശ്യങ്ങൾക്കാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചത് തേവലക്കര. കടലുകൾക്കപ്പുറം ഇരുന്നാണ് മിഥുൻ്റെ വിയോഗം ഈ അമ്മ സുജ അറിയുന്നത്. മകനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നു. രാവിലെ ഇൻഡിഗോ വിമാനത്താവളത്തിലാണ് സുജ നെടുമ്പാശ്ശേരിയിലെത്തിയത്. അതിവൈകാരികമായ നിമിഷങ്ങളാണ് വിമാനത്താവളത്തിലുണ്ടായത്. മക്കൾക്ക് മിഠായിയും പുത്തനുടുപ്പുകളുമൊക്കെയായി നാട്ടിലേക്കൊരു മടക്കം സ്വപ്നം കണ്ടാകും 4 മാസം മുൻപ് മിഥുനെയും സുജനെയും അച്ഛമ്മ മണിയമ്മയുടെ കയ്യിലേൽപ്പിച്ച് സുജ വിമാനം കയറിയിട്ടുണ്ടാവുക. തകർച്ചയുടെ വക്കിലെത്തിയ വീട്, പെരുകിയ കടം,
പ്രാരാബ്ധങ്ങളുടെ നിഴൽ ഒരിക്കലും മക്കളുടെ മേൽ വീഴരുത് എന്ന പ്രതീക്ഷയിലാണ് അറബിയുടെ വീട്ടിൽ ജോലിക്ക് കയറിയത്. എന്നാൽ വിധി മറിച്ചായിരുന്നു. ചേതനയറ്റ മകന്റെ മുന്നിലേക്കാണ് സുജയ്ക്ക് മടങ്ങേണ്ടി വന്നത്. കുവൈറ്റിൽ ജോലിക്ക് നിന്ന അറബി കുടുംബം തുർക്കിയിലേക്കുള്ള വിനോദയാത്രയിൽ സുജയെയും കൂട്ടിയതിനാൽ മകന്റെ മരണവിവരം അറിയാൻ വൈകി. വ്യാഴാഴ്ച രാത്രി വീഡിയോ കോൾ വഴിയാണ് സുജ മരണവിവരം അറിഞ്ഞത്. ഉടൻ കുവൈറ്റിലേക്ക് മടങ്ങി, അവിടെ നിന്ന് കൊച്ചിയിലേക്ക്. സുജയെ കൂട്ടിക്കൊണ്ടുപോകാൻ മണിക്കൂറുകൾക്ക് മുൻപേ കൊല്ലത്തുനിന്ന് ബന്ധുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇളയ മകൻ സുജിനും ബന്ധുക്കൾക്കൊപ്പം അമ്മയെ കാത്തുനിന്നു. വിമാനമെത്തിയത് 9:10. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുറത്തെത്തിയപ്പോൾ 9:30. സഹോദരിയെയും മകനെയും കണ്ടപ്പോൾ സുജയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങൾ ഒഴിവാക്കാൻ വഴിനീളെ പോലീസ് സൗകര്യമൊരുക്കിയിരുന്നു. 2 മണിയോടെ സുജ മകനരികിലെത്തി. ചേതനയറ്റ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. കൊച്ചി. ഇന്ന് രാവിലെ ഇൻഡിഗോ വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ അമ്മ സുജ വന്നിറങ്ങിയത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ കരളുപിടയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതല്ല. കേരളത്തിലെ അമ്മമാർക്കും അതുപോലെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ വളരെ സംഘർഷവും വിഷമവും നൈരാശ്യവും ഒക്കെ തന്ന നിമിഷങ്ങളാണ് കടന്നുപോയത്. ഒരുപക്ഷേ മിഥുൻ കടന്നു പോകുമ്പോൾ കേരളക്കരയാകെ കരയുകയായിരുന്നു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ KSEB ഇന്ന് മാറ്റി സ്ഥാപിച്ചു. മിഥുൻ മരിച്ച 3ാമത്തെ ദിവസമാണ് KSEB സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോയ ഈ വൈദ്യുതി ലൈൻ പൂർണ്ണമായും അഴിച്ചുമാറ്റിയത്. ഈ ലൈനിൽ കൈപിടിച്ചപ്പോഴാണ് ഷോക്കേറ്റ് മിഥുൻ മരിച്ചത്. തേവലക്കരയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ്. സുജിത്ത്, എന്താണ് വിവരങ്ങൾ? KSEB ഇത്രയും താമസിച്ചു പോയല്ലോ എന്ന് നമ്മുടെ പല പ്രേക്ഷകരും പറയുന്നു. 3 ദിവസങ്ങളായി മരണം സംഭവിച്ച് മാനേജ്മെൻറ്റ് അനുവാദം നൽകാത്തതുകൊണ്ടായിരുന്നു നേരത്തെ ഈ ലൈൻ അഴിച്ചു മാറ്റാത്തത് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ KSEBയുടെ ഭാഗത്തുനിന്ന് വന്നു. എന്നാൽ ആളുകളൊന്നും അംഗീകരിക്കുന്നില്ല. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അതേ സ്കാൻ ഒടുവിൽ മിഥുൻ്റെ ജീവനെടുത്ത ആ 3 ഫേസ് ലൈൻ KSEB അധികൃതരെത്തി നീക്കം ചെയ്തിരിക്കുന്നു. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് KSEB ജീവനക്കാരെത്തി ഈ ലൈൻ നീക്കം ചെയ്തത്. ഈ സ്കൂളിലെ അധികൃതർ ഇതും നീക്കം ചെയ്യുന്നതിനുള്ള പണം ഒടുക്കുകയും അതിനു പിന്നാലെ KSEB അധികൃതരെത്തി രാത്രി തന്നെ ഈ ലൈൻ നീക്കം ചെയ്യുകയുമായിരുന്നു. ഏതാണ്ട് ഈ ലൈനുകൾ ഇതിനു മുൻപ് തന്നെ, അതായത് ഈ സ്കൂൾ അധ്യയനം തുടങ്ങുന്നതിന് മുൻപ് തന്നെയെങ്കിലും നീക്കം ചെയ്തിരുന്നെങ്കിൽ മിഥുൻ ഒപ്പമുണ്ടാകുമായിരുന്നു. ഈ ഒരു ദുരന്തത്തിന് ഈ സ്കൂൾ സാക്ഷിയാകില്ലായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പോലും ഇപ്പോൾ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഈ ലൈൻ നീക്കം ചെയ്യണം, അതിനുശേഷം മാത്രമേ സ്കൂളിൽ ക്ലാസുകൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്നും ഈ കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈൻ നീക്കം ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ പറയുന്നത് പോലെ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപക്ഷെ ഈ ലൈൻ നേരത്തെ ഈ പ്രവൃത്തി 3 മണിക്കൂറിൽ താഴെ കൊണ്ടാണ് ഈ KSEB അധികൃതർ ഈ ലൈൻ നീക്കം ചെയ്തത്. ഈ പ്രവൃത്തി അല്പം മുന്നേ ആയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഈ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ്റെ ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. സുജിത് സുരേന്ദ്രനാണ് കൊല്ലത്തുനിന്ന് ചേർന്ന്. ജിഷ്ണു വിജയൻ പറയുന്നു, വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ വീണപ്പൂവ് മോനെ, നിന്നെ ഓർത്ത് കേരളം കരയുകയാണ്. ആദരാഞ്ജലികൾ മിഥുൻ മോൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പ്രേക്ഷകർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പല ആളുകളും ഇന്ന് TV കാണുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. 24-ൻ്റെ സ്ഥിരം പ്രേക്ഷകർ, 24 കണ്ണെടുക്കാത്ത പ്രേക്ഷകർ പോലും ചില ആളുകൾ ഇന്ന് ടെലിവിഷനിൽ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് രാവിലെ മോർണിംഗ് ഷോയിൽ പറയുന്നുണ്ടായിരുന്നു.
കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന സർക്കാരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടും. മാർഗനിർദ്ദേശങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമുണ്ടായോ എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ 24-നോട് പറഞ്ഞു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചതിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ. And lodge an FIR under relevant section of Juvenile Justice Act and Bharatiya Nyaya Sanhita. We will be seeking a report from the Kerala State Government. ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട അധികൃതർക്ക് നോട്ടീസ് അയക്കും. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണം. Prima facie, it seems to be a serious violation of the manuals, guidelines and the safety measures. Due to gravity of this issue, we are taking cognizance and issuing notice to relevant authorities. മിഥുന്റെ മരണത്തിൽ അധ്യാപകരുടെയും അപകട സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും മൊഴി ശാസ്താംകോട്ട പോലീസ് രേഖപ്പെടുത്തി. മിഥുന് വൈദ്യുതാഘാതം ഏറ്റെന്നറിഞ്ഞയുടൻ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് അധ്യാപകരുടെ മൊഴി. 24 ഡൽഹി. എന്തായാലും മിഥുൻ ഓർമ്മയായി ഒരുപാട് കാലം നമ്മുടെ ഓർമ്മകളിൽ മിഥുൻ ഉണ്ടാകും. മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നു എന്ന് വാർത്ത. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. കാസർഗോഡ് മുതൽ എറണാകുളം ജില്ല വരെ ഓറഞ്ച് അലർട്ടായത് പുതുക്കിയിട്ടുണ്ട്. റിനു ശ്രീധർ ഈ പുതുക്കിയതിൻ്റെ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു, പറയൂ. SKN വൈകുന്നേരത്തോടു കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. നേരത്തെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് ആയിരുന്നു. അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ആ റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുന്നു. മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. അതേസമയം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം 3 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് നേരത്തെയൊക്കെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയെങ്കിൽ നേരിയ ശമനമുണ്ട് ഇന്നത്തെ മഴയ്ക്ക് എന്നുള്ളതാണ്. അതേസമയം നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. കണ്ണൂർ കൊട്ടിയൂരിൽ KSRTC ബസ്സിന് പിന്നിൽ പിക്കപ്പ് ജീപ്പ് ഇടിച്ച് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചപ്പമല സ്വദേശി റഷീദിനാണ് പരിക്കേറ്റത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. ഇന്ന് വൈകിട്ടാണ് ഈ അപകടമുണ്ടായത്. ആ KSRTC ബസ്സിന് പിന്നിൽ പിക്കപ്പ് ജീപ്പ് ഇടിച്ച് ആ ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. നമുക്കതിന്റെ CCTV ദൃശ്യങ്ങൾ കാണാം. അവിടെ ബസ് സ്റ്റോപ്പിൽ ആളെ ഇറക്കുന്നതിന് വേണ്ടി ഈ ബസ് KSRTC ബസ് നിർത്തിയതായിരുന്നു. അതിനിടെ നിയന്ത്രണം വിട്ട ഈ പിക്കപ്പ് ജീപ്പ് ഈ KSRTCയുടെ പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഈ പിക്കപ്പ് ജീപ്പിലെ ഡ്രൈവറായിട്ടുള്ള ചപ്പമല സ്വദേശി റഷീദിനാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. റഷീദിനെ ഇരിട്ടിയിലെ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാനന്തവാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിന് പിന്നിലാണ് ഈ പിക്കപ്പ് ജീപ്പ് ഇടിച്ച് ഈ അപകടമുണ്ടായത്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ CPM തുടങ്ങിയെന്ന റിപ്പോർട്ട്. ഓരോ ജില്ലയിലെയും LDF MLA-മാരുടെ യോഗം വിളിച്ചാണ് തുടക്കം. തിരുവനന്തപുരം ജില്ലയിലെ MLA-മാരുടെ യോഗം ഇന്ന് ക്ലിഫ് ഹൗസിൽ ചേർന്നുവെന്നാണ് വിവരം. ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ അവലോകനം ചെയ്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങൾ നൽകുന്നു. പറയൂ ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ കുറച്ച് നേരത്തെയാണോ വളരെ പ്ലാനിങ്ങോടെ ലെഫ്റ്റ് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണോ ഇത്?
SKN നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങളുണ്ടെങ്കിലും അതിനു മുമ്പേ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. അത് CPIM നടത്തുന്ന സംഘടനാപരമായ തയ്യാറെടുപ്പുകൾക്ക് സമാന്തരമായി മുഖ്യമന്ത്രിയും അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുന്നു, ഒരുക്കങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ ഭാഗമായി ഓരോ ജില്ലകളിലെയും LDF MLA-മാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ പരിസ്ഥിതി എന്തൊക്കെയാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആരായുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് തലസ്ഥാന ജില്ലയിലെ ഇടത് MLA-മാരുടെ യോഗം വൈകുന്നേരം 4 മണിക്ക് ക്ലിഫ് ഹൗസിൽ നടന്നു. എല്ലാ ഇടത് MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു. ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് സർക്കാർ മുൻകൈയിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എന്നിവ മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞു. തലസ്ഥാന ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 14-13 ഇടത് MLA-മാരാണ് ജയിച്ചത്. ഈ ജയം ആവർത്തിക്കുക ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ ഇടപെടുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനുമുള്ള ഒരുക്കങ്ങളിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നതിൻ്റെ വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശ്രീജിത്ത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDP-യുടെ മറവിൽ പ്രവർത്തനം നടത്തുന്നതായി സംസ്ഥാന പോലീസ് മേധാവി DGP റവാദ ചന്ദ്രശേഖർ പറഞ്ഞു. രാജ്യത്തേക്ക് വൻതോതിൽ രാസലഹരി ഒഴുകുന്നു. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ കേരളത്തിലേക്കുള്ള ട്രക്ക് ട്രാഫിക്കിംഗ് തടയുമെന്ന് DGP പറഞ്ഞു. 24 ആൻസർ പ്ലസ് എന്ന പരിപാടിയിൽ ദീപക് തർമ്മത്തോട് സംസാരിക്കുകയായിരുന്നു റവാദ ചന്ദ്രശേഖർ. ആൻസർ പ്ലീസ് ആണ് പരിപാടി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ച ശേഷം അതിന്റെ പ്രവർത്തകർ SDP-യിലേക്ക് ചേക്കേറി. SDP-യുടെ മറവിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നതെന്നും DGP റവാഡ ചന്ദ്രശേഖർ 24 ആൻസർ പ്ലീസിൽ പറഞ്ഞു. അതിലുള്ള അനുഭവം നൽകുന്നു അവർ അതിൻ്റെ സിംപതൈസേഴ്സും അവർ മറ്റ കാര്യങ്ങളിലേക്ക് മറ്റ SDP-യും അതുപോലത്തുള്ള സംസ്ഥാനങ്ങളിൽ ഓർഗനൈസേഷനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നതിന് ഇൻപുട്സ് ഉണ്ടായിരുന്നു അതിലേക്ക്. ഈ സംഘടനകൾ ഏതാണ് കുറച്ചുകൂടെ വയലൻസ് അല്ലെങ്കിൽ അത് അവർക്ക് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു ശ്രദ്ധ വേണം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ സിന്തറ്റിക് ഡ്രഗ്സ് എത്തുന്നുണ്ടെന്നും DGP വെളിപ്പെടുത്തി. കേരളത്തിൽ നർക്കോട്ടിക് ടെററിസം ഇല്ല. സിന്തറ്റിക് ഡ്രഗ് മാഫിയയ്ക്ക് എതിരെ സംസ്ഥാനത്ത് ശക്തമായ ജാഗ്രത വേണമെന്നും DGP പറഞ്ഞു. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടൊരു നടപടി നമ്മൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ഏജൻസീസിന് DRI, NCB, പിന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഒന്നിച്ച് നമ്മൾ ഒരു സമഗ്രമായിട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു ആൾ ഗവൺമെൻറ് അപ്രോച്ച് രീതിയിലെ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് എൻലിസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുവാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടെ നേരിടാനുള്ള സാധിക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരിലുള്ള രാഷ്ട്രീയ വിവാദത്തിലും റവാഡ ചന്ദ്രശേഖർ ആദ്യ പ്രതികരണം നടത്തി. കൂത്തുപറമ്പ് വെടിവെപ്പ് ദിനം ഒരു ടഫ് ദിനമായിരുന്നു. ഒരിക്കലും ആ ദിനം മറക്കില്ലെന്നും പ്രതികരണം. ദാറ്റ്സ് എ വെരി ടഫ് ഡേ. പക്ഷേ ഐ ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷയും സേവനവും നൽകുകയാണ് തന്റെ ലക്ഷ്യമെന്നും DGP റവാഡ ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തു നിന്നും ദീപക് ധർമ്മടം, 24. ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്ക് 24-ന്റെ അന്വേഷണ പരമ്പര. കർണാടകയിലെ ധർമ്മസ്ഥല എന്ന സ്ഥലം ഇപ്പോൾ ദേശീയ കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ്. 100ഓളം ആളുകളെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നൊരു മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ഈ സ്ഥലം ദേശീയ ശ്രദ്ധ നേടിയത്. ധർമ്മസ്ഥലയിൽ ജീവൻ നഷ്ടമായവരിൽ ഒരാളാണ് സൗജന്യ. ഈ 17-കാരി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ധർമ്മസ്ഥലയിൽ ആദ്യമായി പ്രത്യക്ഷ പ്രതിഷേധം ഉയർന്നു. നിഗൂഢത നിറഞ്ഞ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് 24 വാർത്താ സംഘത്തിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഭീഷണികളിലൂടെയും അക്രമങ്ങളിലൂടെയും ബലാത്സംഗ കൊലപാതകങ്ങളിലൂടെയും ഒരു വലിയ സംഘം എത്ര നാളൊരു ജനതയെ അടിമപ്പെടുത്തിയാലും ഒരിക്കൽ അവർക്കു നേരെ പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയരും. ധർമ്മസ്ഥലയിൽ സൗജന്യയുടെ ക്രൂര കൊലപാതകമാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. 2012 ഒക്ടോബർ 9 17-കാരിയായ സൗജന്യ രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോയി. ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഉജേരിയിലെ SDM കോളേജിൽ PUC 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവൾ. വൈകിട്ട് 4:30 എന്നും വീട്ടിലെത്തിയിരുന്ന സൗജന്യയെ അന്ന് ആ സമയത്ത് കണ്ടില്ല. 5 മണിയോടെ അച്ഛൻ ചന്തപ്പ ഗൗഡ തിരക്കിയിറങ്ങി.
ಅನಂತರ ಮರುದಿವಸ ಕೂಡ ನಾವು ಅದೇ ದಿವಸ ನನ್ನ ಮಗಳು ಕಾಣೆಯಾದ ದಿವಸ ಬೆಳ್ತಂಗಡಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಕೂಡ ಕಂಪ್ಲೇಂಟ್ ಕೊಡಲಿಕ್ಕೆ ಹೋಗಿದ್ದೆವು. ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ಗಳು ಅಲ್ಲಿ ಕೂಡ ಇವತ್ತು ಕಂಪ್ಲೇಂಟ್ ತಗೊಳ್ಳಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ನಾಳೆ ಬನ್ನಿ ಫೋಟೋ ಕೊಡಿ ಅಂತ ಹೇಳಿದರು. ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ചന്തപ്പഗൌഡ പരാതിയുമായി എത്തി. അന്വേഷിക്കാമെന്ന ഒറ്റ വാക്കിൽ അവർ ആ അച്ഛനെ മടക്കി അയച്ചു. തന്നാലാവും വിധം അയാൾ മകളെ തിരക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. പോലീസ് നിഷ്ക്രിയരായി മിണ്ടാതിരിക്കുമ്പോൾ കൊടും ക്രിമിനലുകൾ ഒളിച്ചു കഴിയുന്ന മണ്ണസംഗ വനത്തിൽ അവളെ ആരൊക്കെയോ ചേർന്ന് പിച്ചി ചീന്തുന്നുണ്ടായിരുന്നു. ಮರುದಿವಸ ಹುಡುಕುವಾಗ ಮಗಳ ಬಾಡಿ ಸಿಕ್ಕಿತ್ತು. ಮಗಳ ಬಾಡಿಯಲ್ಲಿ ಎಷ್ಟು ಜಾಗ ಇದೆ ಅಷ್ಟಕ್ಕೆಲ್ಲ ಕಚ್ಚಿ 24 മണിക്കൂറിനിടയിലാണ് പോലീസ് പ്രതിയെ പിടിച്ചത്. വലിയ കാര്യമെന്ന് തോന്നും. പക്ഷേ മാനസിക രോഗിയായ ഒരാളെ ആരൊക്കെയോ ചേർന്ന് തല്ലി ഇഞ്ചപ്പരുവമാക്കിയാണ് പോലീസിൻ്റെ കയ്യിൽ കൈമാറുന്നത്. ഈ മാനസിക രോഗിയെ പിടിച്ചുകൊണ്ട് കൊടുത്തവരാണ് സൗജന്യയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണം ശക്തമാണ്. ഇനി പറയുന്നത് പ്രതികൾക്കും അവരെ പോറ്റി വളർത്തുന്ന പ്രബലന്മാർക്കും വേണ്ടി പോലീസ് കാട്ടിയ ലജ്ജിപ്പിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ്. ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുവന്നയാളെ പോലീസ് പ്രതിയാക്കി. ഒടുവിൽ കോടതി പോലും പറഞ്ഞു ഈ കേസുമായി സന്തോഷ് റാവുവിന് കുലബന്ധമില്ലെന്ന്. സൗജന്യ കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ കേസിൽ എങ്ങനെ ഒറ്റപ്രതി മാത്രമാകും? ഈ ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. സൗജന്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന ശ്രവം കണ്ടെത്തി കൃത്യസമയത്ത് പരിശോധന നടത്താനും പോലീസ് ശ്രമിച്ചതേയില്ല. India should be free from rape. It is the responsibility of every citizen. So that is the purpose of Saujanya, because even after 13 years, that movement is alive, burning. That is because of her intention that whatever the trauma she has faced. സൗജന്യ കേസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ പലരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. സൗജന്യ കേസ് പിന്നീട് CBI വരെ അന്വേഷിച്ചു. പക്ഷേ മെഡിക്കൽ തെളിവുകളില്ല എന്ന ഒറ്റ കാരണത്താൽ പ്രതികളിലേക്ക് എത്താനായില്ല. സൗജന്യയ്ക്ക് നീതി വേണമെന്ന ക്യാമ്പയിൻ ഇന്നും സജീവമാണ്. ഇവിടെയാണ് സൗജന്യ അന്തി ഉറങ്ങുന്നത്. സൗജന്യയെ കൊന്നതാരെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. പോലീസിനത് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാകും ശരി. എന്തായാലും സൗജന്യ കൊലക്കേസിനു ശേഷമാണ് ധർമ്മസ്ഥലയിലെ നിഗൂഢതകളെപ്പറ്റി ആദ്യമായി ചർച്ചയുയരുന്നത്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. അസ്ഥികൂടങ്ങൾ കഥ പറയുന്ന ധർമ്മസ്ഥലയിൽ ഇനി ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങളുമായി നമ്മുടെ വാർത്താ സംഘം നാളെയും നമുക്കൊപ്പം ഉണ്ടാകും. ഇനിയൊരു ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കാം. ഈ മണിക്കൂർ വരുന്ന ഹെഡ്ലൈൻസ് ബ്രേക്ക്. സംസ്ഥാനത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിലൂടെ അപകടകരമായി വൈദ്യുത ലൈനുകൾ കടന്നുപോകുന്നു. 24 വാർത്താ പരമ്പര തലയ്ക്ക് മീതെ മരണക്കണി. കൊല്ലം തേവലക്കര ഹൈസ്കൂളിന് സമാനമായി എറണാകുളത്തും സ്കൂളിന് മുകളിൽ വൈദ്യുതി ലൈൻ. അങ്കമാലി കോതകുളങ്ങര ഗവൺമെൻറ് LP സ്കൂളിലാണ് മാർഗനിർദ്ദേശം ലംഘിച്ച് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. KSEB അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് പ്രധാന അധ്യാപിക 24നോട് പറഞ്ഞു. അങ്കമാലി വിദ്യാഭ്യാസ ജില്ലയിലെ കോതകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് വൈദ്യുതി കമ്പി കടന്നുപോകുന്നത്. അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളിൽ അപകടകരമാം വിധം ഇലക്ട്രിക് ലൈനുകൾ സ്കൂളുകൾക്ക് മുകളിലൂടെ പോയാൽ വിവരം KSEBയെ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്കൂൾ തുറന്ന് 1.5 മാസം പിന്നിട്ടിട്ടും നടപടിയെടുത്തിരുന്നില്ല. തേവലക്കരയിൽ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായതിന് പിന്നാലെ 24 നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യമായ കാഴ്ചയാണിത്. 24 വാർത്താ സംഘം സ്ഥലത്തെത്തിയതിന് പിന്നാലെ വിഷയത്തിൽ പ്രധാനാധ്യാപികയുടെ ഇടപെടൽ. വിവരം KSEB ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പ്രശ്നം പഠിച്ച റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും നിർദ്ദേശം നൽകി. നമ്മുടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. സ്കൂളിലെ അപകടാവസ്ഥയിൽ കണ്ടെത്തിയ മേൽക്കൂര കഴിഞ്ഞ മാസമാണ് പരിഹരിച്ചത്. അങ്കമാലിയിൽ നിന്നും സ്വാതി കൃഷ്ണപ്പം, YS അഭിനന്ദ്, 24.
താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിൽ UGCയെ കക്ഷി ചേർക്കാൻ ഗവർണർ. താൽക്കാലിക VC നിയമനത്തിൽ UGC മാനദണ്ഡം ബാധകമാണോ എന്ന് വ്യക്തമാക്കാൻ ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടു. മറ്റു വിഷയങ്ങളിൽ സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകളുടെ പുരോഗതിക്ക് കോട്ടം തട്ടുന്ന നടപടികൾ വേണ്ടെന്നും ഗവർണർ നിലപാടെടുത്തു. താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്താണ് ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നത്. ഈ അപ്പീലിലാണ് UGCയെ കൂടി കക്ഷി ചേർക്കാനുള്ള സാധ്യതകൾ ആരായുക. UGC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവകലാശാലകളിലെ VC നിയമനം. സ്ഥിരം VCയുടെ എല്ലാ അധികാരങ്ങളും താൽക്കാലിക VCക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലിക VC നിയമനത്തിലും UGC മാനദണ്ഡങ്ങൾ ബാധകമാക്കേണ്ടതല്ലേ എന്നാണ് അപ്പീലിലൂടെ ഗവർണർ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം. ഇതുവഴി UGCയെ കൂടി കേസിൽ കക്ഷിയാക്കാമെന്നാണ് രാജ്ഭവന്റെ പ്രതീക്ഷ. അപ്പീൽ ഒഴിച്ചുള്ള വിഷയങ്ങളിൽ സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ അനൗദ്യോഗിക ചർച്ചകളാണ് മഞ്ഞുരുക്കം സംഭവിച്ചത്. അപ്പീൽ ഒഴികെയുള്ള സർവകലാശാല വിഷയങ്ങളിൽ കർശന സമീപനം വേണ്ടെന്ന് ഗവർണർ രാജ്ഭവന് നിർദ്ദേശം നൽകി. സർക്കാരുമായി സംവാദത്തിലെത്തുന്നത് രാജ്ഭവൻ വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും വൈകാതെ ഗവർണറെ കാണും. എന്നാൽ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നില്ല. R ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. തൻ്റെ പാട്ട് ഉൾപ്പെടുന്ന ഭാഗം കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ നിന്നും ഒഴിവാക്കാനുള്ള ശുപാർശ ചിരിപ്പിക്കുന്നതും വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കുന്നതുമാണെന്ന് ഗായിക ഗൗരി ലക്ഷ്മി 24നോട് പറഞ്ഞു. വേടൻ്റെ നിലപാടുകൾ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുമായി സാമ്യമുള്ളതാണ്. അക്കാരണം കൊണ്ട് തന്നെയാണ് വേടനെ മാറ്റി നിർത്താൻ പലരും നിലപാട് സ്വീകരിക്കുന്നതെന്നും ഗൗരി ലക്ഷ്മി. ശരിയാണ് വന്നത്. അവരുടെ ഇഷ്ടമാണ്, ഇൻക്ലൂഡ് ചെയ്യുക ഇല്ല എന്നൊക്കെ ഉള്ളത് ഓരോ ആ ഒരു ഹൂവർ ഡിസൈഡിങ് അവരുടെ തീരുമാനമാണ്. പക്ഷേ ഈ മുന്നോട്ട് വെച്ചിരുന്ന കാരണങ്ങൾ കുറച്ച് കോമഡി ആയിട്ടുണ്ട്. ഒറിജിനൽ വേർഷനും റിക്രിയേറ്റഡ് വേർഷനും തമ്മിലുള്ള കമ്പാരിസൺ ഓഫ് ഡിഫറൻസിനെ കുറിച്ചാണ് അവർ പഠിക്കുന്നത് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് പറയുമ്പോൾ അത് പിള്ളേരെ മണ്ടന്മാരാക്കുന്ന പോലത്തെ ഒരു വർത്തമാനമാണ്. ഒരു തുടർച്ച മാത്രമാണ് ഞാൻ എൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും ഒരു ചെയ്തു വരുന്ന പാറ്റേൺ എന്ന് അത് സേഫ് ആയിട്ടുള്ള ഗെയിം മാത്രം കളിക്കാണ്ട് കുറച്ച് പുതിയതായിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും പുറത്തൊരു സ്ഥലത്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ പ്രസന്റ് ചെയ്യുന്നതോ എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള പുതിയതായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എതിർപ്പുകളുണ്ട്. വേടേണ്ടതായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തിക്കുകയൊന്നും ചെയ്യാണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ പുള്ളിയുടെ രീതിയിൽ പുള്ളി പറയുമ്പോഴേക്കും ഈ പറഞ്ഞ അങ്ങനെ പാടില്ല, ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലോ ഇതിന്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സെയിം സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് തോന്നുന്നു. കുറെ നാളായിട്ട് ഇങ്ങനെ ഒരുപാട് ചിരിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു സംഭവമായിട്ട് മാത്രമേ കാണുള്ളൂ. ഇനി കോട്ടയത്ത് നാടൻ പന്തുകളുടെ പേരിൽ തട്ടിപ്പെന്ന് പരാതി. കോട്ടയം മീനടം പഞ്ചായത്തിൻ്റെ പദ്ധതിക്കെതിരെയായിട്ടാണ് DYFI പരാതിയുമായി വന്നിരിക്കുന്നത്. നാടൻ പന്തുകളെ പ്രോത്സാഹിപ്പിക്കാൻ മാറ്റിവെച്ച 3 ലക്ഷം രൂപയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസ് കൊടുത്ത പരാതിയിൽ പറയുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഭരണസമിതിയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. കോൺഗ്രസ് ഭരണസമിതി 3 ടേമായിട്ട് അവരാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അവരാണ് ഈ പദ്ധതി വിനിയോഗം ചെയ്തതും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ അവരുടെ പണി ചെയ്തു. പക്ഷേ ഈ വൗച്ചറുകൾ ഉണ്ടാക്കി കൊടുത്തും രസീത് ഉണ്ടാക്കി കൊടുത്തും ഒക്കെ അതാണ്. ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. അതിൻ്റെ എല്ലാ അടിയിൽ ഒപ്പിടുന്ന ആളുകളായി സീൽ വെക്കുന്ന ആളുകളെ അവർ മാറി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം രാഷ്ട്രീയമായവർ അതിനെ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ ഇതിനകത്ത് കുഴപ്പക്കാരായി മാറി അവരുടെ തലയിലേക്ക് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. പരാതി വന്ന സ്ഥിതിക്ക് നമ്മുടെ അടക്കം ഏറ്റവും വലിയ ആവശ്യമാണ് ഈ പന്തുകളി. അതിനുവേണ്ടി പണം വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു എതിര് പറയാറില്ലായിരുന്നു. പക്ഷെ കളിക്കാരിത് കിട്ടിയില്ലെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിനുവേണ്ടി ഇത്തരത്തിലൊരു വിവരാവകാശം വെക്കുകയും രണ്ടാമത് പരാതിയായി പോകുന്ന സ്ഥിതി ഉണ്ടായി. വിജിലൻസ് എന്നാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തി ഇതിൻ്റെ അന്വേഷണം തുടർ നടപടികളായിട്ട് പോകും എന്നാലേ പറയട്ടെ. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, വിവരങ്ങൾ. SKN നമുക്കറിയാവുന്നതുപോലെ തന്നെ കോട്ടയം ജില്ല ഈ നാടൻ പന്തുകളിയുടെ ഒരു ഈറ്റില്ലമെന്ന് പറയാം. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് പുതുപ്പള്ളി. അത് കുറച്ചും കൂടി നാടൻ പന്തുകളിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് മീനടം പഞ്ചായത്ത് ഒരു പദ്ധതി 2012 കൊണ്ടുവരുന്നു. ഈ നാടൻ പന്തുകളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ നാടൻ പദ്ധതി. അത് പ്രകാരം ഒരു ടീമിനെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ മീനടം പഞ്ചായത്ത് ടീം, നെറ്റീവ് ബോൾ ടീം എന്ന് പറഞ്ഞൊരു ടീമിനെ തന്നെ സ്പോൺസർ ചെയ്യുന്നു. അവർക്കാണ് ഈ തുക അവർക്ക് വേണ്ടി
വേണ്ടിയാണ് ഈ തുക മാറ്റിവെച്ചത്. 2012 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ഏകദേശം 3,30,000 രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കായിക താരങ്ങൾക്ക് കയ്യിലേക്ക്, അവരുടെ പ്ലേയേഴ്സിന്റെ കയ്യിലേക്ക് അവർക്ക് വേണ്ടി വിനിയോഗിച്ചത് വെറും 50,000 രൂപ മാത്രമാണെന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. കുറച്ചും കൂടി ഈ ആരോപണം സംശയം തോന്നിപ്പിക്കുന്നത് ഈ നെറ്റ് ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യാജ രേഖകൾ കൂടി ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു പരാതി കൂടി ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നുണ്ട്. വ്യാജ രേഖകൾ ചമച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ ഒരു പരാതി നൽകുന്നു. ആ പരാതിയുടെ മേൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭരണസമിതിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഭരണസമിതി പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, കൃത്യമായി തുക ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് ഭരണസമിതിയും പറയുന്നത്. എസ്.കെ. ജൂൺ 15 ഉത്തരകാശിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടം ഫൈബർ കേബിൾ തട്ടിയതിനെ തുടർന്നെന്ന റിപ്പോർട്ട്. അടിയന്തര ലാൻഡിങ്ങിനിടെയാണ് അപകടം ഉണ്ടായത്. ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്ന അപകടത്തിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ഈ ലൈനിൽ തട്ടി തകർന്നു എന്നാണോ ഈ അന്വേഷണ റിപ്പോർട്ട്? എസ്.കെ.എൻ. കഴിഞ്ഞ ജൂൺ 15 ഈ ഉത്തരകാശിയിൽ ഹെലികോപ്റ്റർ അപകടമുണ്ടായതും 7 പേർ മരിക്കുന്നൊരു സാഹചര്യമുണ്ടായതും ഇതിൽ അന്നു തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പറന്നുയർന്ന വിമാനം 20 മിനിറ്റ് പിന്നിട്ട ശേഷം പെട്ടെന്ന് അതിൻ്റെ ഉയർച്ച നഷ്ടപ്പെട്ട താഴ്ചയിലേക്ക് പതിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിനായി ശ്രമിച്ചു. എന്നാൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിനിടെ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ എന്ന് പറയുന്ന ഫാൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആ റോട്ടർ ഓവർഹെഡ് ഫൈബർ കേബിളിൽ തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതോടുകൂടി ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം നഷ്ടമായി. ഹെലികോപ്റ്റർ തുടർന്ന് റോഡരികിലെ ഒരു ഇരുമ്പ് ബാരിക്കേഡിൽ തട്ടി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ 250 അടി താഴ്ചയിലേക്കായിരുന്നു ഹെലികോപ്റ്റർ പതിച്ചത്. ഇതോടുകൂടി തന്നെ ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്നു. അതാണ് ഈ ഒരു മരണത്തിന്, ഈ 7 പേരും മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും നിലവിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തകരാറ് ഹെലികോപ്റ്ററിന് റിപ്പോർട്ട് ചെയ്തത് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. നിലവിൽ കൃത്യമായ കാരണത്തിനായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് AAIB അറിയിക്കുന്നത്. എസ്.കെ. താങ്ക് യു അച്യുതൻ. മറ്റൊരു വാർത്തയ്ക്കായി നൂറിനാട് അമ്മയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം 25 പേർക്കെതിരെ കേസെടുത്തു. കുടിയിറക്കപ്പെട്ട വീട്ടമ്മ റജബിന്റെ പരാതിയിലാണ് നൂറിനാട് പോലീസിന്റെ നടപടി. സംഭവം നടന്ന 3-ാം ദിവസമാണ് പോലീസ് നടപടി. അമ്മയെയും 2 പെൺമക്കളെയും തെരുവിലിറക്കി വീട് പൂട്ടി കൊടികുത്തിയ CPIM പാലമേൽ ലോക്കൽ സെക്രട്ടറി നൌഷാദ് അടക്കം 25 പേർക്കെതിരെയാണ് കേസ്. സർക്കാർ ഭവന പദ്ധതിയിൽ കിട്ടിയ വീട് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയെന്നാരോപിച്ചായിരുന്നു CPIM ലോക്കൽ കമ്മിറ്റിയുടെ നടപടി. വിവാദമായതോടെ മേൽഘടകങ്ങൾ വിഷയത്തിൽ ഇടപെട്ടു. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു പാർട്ടി ഇടപെടലെന്ന് തിരുത്തി ഏരിയ കമ്മിറ്റി പ്രസ്താവനയിറക്കി. ഇതിനിടെ വീട്ടിലെ താമസക്കാരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറി നൌഷാദിന്റെ കോൾ റെക്കോർഡ് പുറത്തുവന്നത് പാർട്ടിയെ വീണ്ടും വിട്ടിലാക്കി. വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിനൊരുങ്ങുകയാണ് CPIM. 24 ആലപ്പുഴ. കടൽക്ഷോഭമെന്നോ മഴയെന്നോ ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് തീരദേശവാസികൾ. കൊച്ചിയിലെ കണ്ണമാലി ചെറിയ കടവിൽ കടൽക്ഷോഭത്തിൽ തകർന്ന നിരവധി വീടുകൾ. കഴിഞ്ഞ 1 മാസക്കാലമായി 7 കുടുംബങ്ങൾ കഴിയുന്നത് ക്യാമ്പുകളിൽ. വീടുകളിലേക്ക് മാറ്റുന്നതിന് നടപടിയെടുക്കുന്നില്ലെന്ന് ഇവർ പരാതി പറയുന്നു. 6-7 വർഷമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്. കടൽ കയറുമ്പോൾ ഞങ്ങൾ എവിടെയും പോകും. പിന്നെ വീട്ടിൽ കിടക്കാനായിട്ട് കൊതിയായിട്ട് പാടില്ല, കിടക്കാൻ പറ്റണില്ല. എന്ന് വെച്ചാൽ കടൽ തിര വന്നത് വീടിനകത്തൂടെയാണ് ഒഴുകണം. കണ്ടമാലി ചെറിയ കടവ് പ്രദേശത്തുള്ളവർക്ക് എന്നും കണ്ണീരാണ്. സ്വന്തമായി ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദന, ഇനി എവിടെ പോകുമെന്നുള്ള വേദന. ഓരോ വർഷവും കടൽ കയറുമ്പോഴും ആ ഒരു വർഷം മുഴുവൻ പണിയെടുത്ത പൈസയ്ക്കെല്ലാം വീണ്ടും സാധനങ്ങൾ മേടിക്കും. എന്നാൽ ഒടുവിൽ കണ്ണീര് മാത്രം ബാക്കി വെച്ച് കിടപ്പാടം വരെ കടലെടുത്തു. എങ്ങനെയാണ് കൽപ്പിത്തി വന്നാൽ ഞങ്ങൾക്കത് കൊണ്ടുവന്ന് തന്ന ഞങ്ങൾക്കത് വെച്ചാൽ പറ്റുള്ള കിടക്കല്ല. ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റൂലല്ലോ. എത്ര നാളെന്ന് പറഞ്ഞ് വാടക കിടക്കാനാ. ഞങ്ങൾ 2 കൊല്ലം വാടക കിടക്കണത്. കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ മാറിയതാണ് ഇവർ ക്യാമ്പുകളിലേക്ക്. വാടക വീടുകളിലേക്ക് മാറ്റുമെന്നായിരുന്നു ഇവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ മാസം 1 കഴിഞ്ഞിട്ടും 7 കുടുംബങ്ങൾ ചെറിയ കടവ് പള്ളിയുടെ പാരിഷ് ഹാളിലാണ്.
എവിടെയെങ്കിലും വാടക വീട് എടുത്തിട്ട് അതിൻ്റെ പൈസ ഞങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിലാണ് നിർത്തിവെച്ചത് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ചെന്ന് ഇപ്പം 2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തു തരാനുള്ള പൈസ അവരുടെ കയ്യിലില്ല, അങ്ങനെ എടുത്തു തരാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. ക്യാമ്പുകളിൽ കഴിയുന്നവരെ വീടുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ എത്ര നാൾ ക്യാമ്പുകളിൽ കഴിയുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ജിയോ ബാഗുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. എന്നാൽ കടലൊന്ന് ശക്തമായാൽ ജിയോ ബാഗുകൾ തകരും. ടെട്രാപോഡുകൾ തന്നെയാണ് വേണ്ട പരിഹാരം. ചോര നീരാക്കി ഉണ്ടാക്കിയതെല്ലാം കടല് കൊണ്ടുപോയി. ഇനി സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ ഇവർ ഇനി ആരുടെയെല്ലാം മുൻപിൽ കയറിയിറങ്ങണം. ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ മ്യൂസിക്കൽ വൈവിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു അവസരമുണ്ട്. മ്യൂസിക്കൽ വൈവിൻ്റെ ഓഡിഷൻ നടന്നു വരികയാണ് ഇപ്പോൾ. കൊച്ചി വൈറ്റിലയിലെ NH ബൈപ്പാസ് ബ്രോഡ്ബീൻ ഹോട്ടലിൽ നാളെ രാവിലെ ഓഡിഷനുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഓഡിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ 9207078626 ഒന്നുകൂടെ പറയാം, 9207078626 എന്നീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഓഡിഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രൊമോഷൻ ട്രെയിലർ കൂടി കാണിച്ചു തരാം. എന്തായാലും mw@flowers.tv.in പ്രേക്ഷകരെ കൂടെ കൂട്ടാൻ പാട്ടുമായി വീട്ടമ്മമാർ വീണ്ടും റീഗൽ ജുവല്ലേഴ്സ് മ്യൂസിക്കൽ വൈബ് ഓഡിഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും അവസരം. ഓഡിഷൻ നാളെ എറണാകുളം ജില്ലയിൽ ബ്രോഡ്ബീൻ ഹോട്ടൽ NH ബൈപ്പാസ് ഓപ്പോസിറ്റ് KCB ഓഫീസ് വൈറ്റില. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ +91 9207 078 626. ഇമെയിൽ mw@flowers.tv.in. ഓക്കെ, അപ്പോൾ മ്യൂസിക്കൽ വൈബിൽ പങ്കെടുത്ത് വീട്ടമ്മമാർക്ക് തകർക്കാൻ പറ്റിയ അവസരമാണ്. ഓഡിഷനിൽ ഹാജരാവുക. വൈറ്റിലയിലാണ് ഓഡിഷൻ. ഇനി വാർത്താ പകൽ. ഉത്തർപ്രദേശിലെ ശാരദാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. അധ്യാപകരുടെ മാനസിക പീഡനമെന്ന ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിഷേധത്തിനിടെ സംഘർഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വനിതാ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാധിക്ഷേപമെന്ന് പരാതി. സഹപ്രവർത്തകരായ ജീവനക്കാർക്കെതിരെ സബ് ഗ്രൂപ്പ് ഓഫീസർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും പരാതിക്കാരി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കുറ്റപത്രം റദ്ദാക്കാൻ PP ദിവ്യ ഹൈക്കോടതിയിലേക്ക്. ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ കുറ്റപത്രത്തിലുണ്ടെന്ന് അഭിഭാഷകൻ. കോഴിക്കോട് MS സൊല്യൂഷൻസ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം വെന്നിയൂർ സ്വദേശിയും സ്വകാര്യ സ്കൂൾ അധ്യാപകനുമായ സൈനുൽ ആബിദീൻ. മലപ്പുറം കുറ്റിപ്പുറത്ത് നഴ്സിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അമീന ആത്മഹത്യ ചെയ്യില്ലെന്നും പിതാവ്. കോട്ടയം രാമപുരത്ത് കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകനെ പെട്രോൾ ഒഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. പ്രതിഹാരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 5 ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ ഏത് രാജ്യത്തിൻ്റെ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഇന്നലെ രാത്രി റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് നൽകിയ സ്വകാര്യ വിരുന്നിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം. ഏതു രാജ്യത്തിന്റെ വിമാനങ്ങളാണ് തകർന്നതെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ 5 ജെറ്റുകൾ വെടിവെച്ചിട്ടെന്ന് ട്രംപ് പറഞ്ഞത്. ഇന്ത്യയുടെ 5 ജെറ്റുകൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്ത്യക്ക് ചില പോർ വിമാനങ്ങൾ സംഘർഷത്തിൽ നഷ്ടമായെന്ന് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും എത്ര വിമാനങ്ങളാണ് നഷ്ടമായതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. സിംഗപ്പൂരിൽ നടന്ന ഷാങ്ഗ്രി-ല ഡയലോഗ് സുരക്ഷാ ഫോറത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് അനിൽ ചൗഹാൻ യുദ്ധവിമാനങ്ങളുടെ നഷ്ടം ഔദ്യോഗികമായി സമ്മതിച്ചത്. പാകിസ്ഥാന്റെ ചില പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടില്ലെങ്കിലും തങ്ങളുടെ വ്യോമതാവളങ്ങൾക്ക് ഇന്ത്യൻ ആക്രമണത്തിൽ തകരാറുകൾ സംഭവിച്ചതായി പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു. അതിനിടെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയുടെ ഇടപെടലിലൂടെ ആയിരുന്നുവെന്ന വാദം ട്രംപ് ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.